കൂടൽമാണിക്യം ദേവസ്വത്തിൽ ജോലിയിലെ ജാതി വിവേചന വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരെന്ന് ദേവസ്വം ചെയർമാൻ. ജാതിയുടെ പേരിൽ തൊഴിലിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നത് ആധുനിക സമൂഹത്തിന് ചേരാത്തതെന്ന് മന്ത്രി ആർ ബിന്ദു. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ LSD കേസിൽ കുടുക്കിയ സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. മണലി മടവാക്കര റോഡ് തകർന്നു. ടോൾ ഒഴിവാക്കി ഭാരവാഹനങ്ങൾ പോകുന്നതാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് ആക്ഷേപം. റോഡിന്റെ വശങ്ങളിൽ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് ആവശ്യം. പാതിവഴിയിൽ നിർത്തിയ കൈമുക്ക് ജലസേചന പദ്ധതിക്ക് പുനരുജ്ജീവനം. പ്രദേശവാസികൾക്ക് ഏറെ ഉപകാരപ്രദമായ ജലസേചന പദ്ധതിയാണ് പമ്പിംഗ് നടത്താനാകാതെ ഉപേക്ഷിച്ചിരുന്നത്. എളവള്ളി മേഖലയിൽ കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിനെ അവഗണിച്ച അധികൃതർ. നശിക്കുന്നത് ചരിത്ര പ്രാധാന്യമുള്ള തോട്. വരവൂർ പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രത്തിലേക്കുള്ള പൊതുവഴി അടച്ചുകെട്ടിയതിനെതിരെ പ്രതിഷേധം ശക്തം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. നമസ്കാരം. വാർത്തകൾ വിശദമായി. കൂടൽമാണിക്യം ദേവസ്വത്തിൽ ജോലിയിലെ ജാതി വിവേചനം സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്ന് ദേവസ്വം ചെയർമാൻ CK ഗോപി. ബാലുവിന് കഴക ജോലിക്ക് പിന്തുണ നൽകുമെന്നും ചെയർമാൻ പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ ബാലുവിനെ മറ്റൊരു തസ്തികയിലേക്ക് മാറ്റാനാകില്ല. കഴകം പ്രവൃത്തിയിലാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. ബാലു അപേക്ഷ നൽകിയാൽ സർക്കാരിനെ കൈമാറുമെന്നും ചെയർമാൻ പറഞ്ഞു. ജോലി ഉത്തരവ് നടപ്പിലാക്കുക മാത്രമാണ് ദേവസ്വത്തിന്റെ ചുമതല. വർക്ക് അറേഞ്ച്മെന്റ് പ്രകാരം തസ്തിക മാറ്റാൻ പറ്റില്ലെന്നും കഴക ജോലി തുടരാൻ ബാലുവിന് പിന്തുണ നൽകുമെന്നും ദേവസ്വം ചെയർമാൻ പറഞ്ഞു. ഇതേസമയം ക്ഷേത്രത്തിലെ കഴക വിവാദത്തിൽ അവധി കഴിഞ്ഞ് മടങ്ങിയെത്തിയാലും മാല കെട്ടാൻ താനില്ലെന്ന് നിയമനം ലഭിച്ച തിരുവനന്തപുരം സ്വദേശി ബാലു പറഞ്ഞു. തന്നെ ക്ഷേത്രത്തിൽ ആരും ജാതീയമായി അധിക്ഷേപിച്ചിട്ടില്ല. തനിക്ക് അഡ്മിനിസ്ട്രേറ്റർ നൽകിയ ഓഫീസ് ജോലിയോടാണ് താൽപര്യമെന്നും അവധിക്ക് ശേഷം ഓഫീസ് ജോലിക്കായി ദേവസ്വത്തിന് അപേക്ഷ നൽകുമെന്നും ബാലു പറഞ്ഞു. കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ കഴകക്കാരനായ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നിയമാനുസൃതം നിയമനം ലഭിച്ച യുവാവിന് ഔദ്യോഗിക കൃത്യനിർവഹണം സാധ്യമാകാത്ത അവസ്ഥയുണ്ടായത് മതനിരപേക്ഷ ജനാധിപത്യ രാജ്യത്ത് സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ജാതിയുടെ അടിസ്ഥാനത്തിൽ തൊഴിലിൽ നിന്നും മാറി നിൽക്കേണ്ടി വരികയെന്നത് ആധുനിക സമൂഹത്തിന് നിരക്കുന്നതല്ല. കുലം, കുലത്തൊഴിൽ, കുലമഹിമ തുടങ്ങിയ ആശയങ്ങൾ അപ്രസക്തമായ കാലമാണിത്. മാല കെട്ടുന്നതിന് പോലും ജാതിയുടെ അതിർവരമ്പ് നിശ്ചയിക്കുന്നത് കാലത്തിന് നിരക്കുന്ന പ്രവൃത്തിയാണോ എന്ന് ബന്ധപ്പെട്ടവർ പുനർവിചിന്തനം ചെയ്യുമെന്ന് കരുതുന്നു. ഉയർന്നുവന്ന പ്രശ്നത്തിന് ഗുണാത്മകമായ പരിഹാരം ഉണ്ടാകുന്നതിന് ബന്ധപ്പെട്ട ഏവരുടെയും ജാഗ്രത വേണമെന്നും മന്ത്രി പറഞ്ഞു. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ LSD കേസിൽ കുടുക്കിയ സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. ഡിവൈഎസ്പി VK രാജുവാണ് അന്വേഷണ സംഘത്തലവൻ. സംഭവത്തിൽ പ്രതിയായ നാരായണദാസിന്റെ മുൻകൂർ ജാമ്യം സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു. കോടതിയിൽ നിന്ന് ഒരു സഹതാപവും നാരായണദാസ് പ്രതീക്ഷിക്കേണ്ടെന്നും കോടതി വാക്കാൽ പറഞ്ഞു. ഷീല സണ്ണി 72 ദിവസത്തിനടുത്ത് ജയിലിൽ കഴിഞ്ഞു. എന്നാൽ നാരായണദാസ് 72 മണിക്കൂർ പോലും ജയിലിൽ കഴിഞ്ഞിട്ടില്ലെന്ന് കോടതി നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. മണലി മടവാക്കര റോഡ് തകർന്നു. ടോൾ ഒഴിവാക്കി ഭാരവാഹനങ്ങൾ പോകുന്നതാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് ആക്ഷേപം. റോഡിന്റെ വശങ്ങളിൽ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് ആവശ്യം. പാലിയേക്കര ടോൾപാതയ്ക്ക് സമാന്തരമായുള്ള മണലി മടവാക്കര റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി. നെന്മണിക്കര പഞ്ചായത്തിന്റെ പരിധിയിലുള്ളതാണ് റോഡ്. ടോൾ ഒഴിവാക്കിയുള്ള ഭാരവാഹനങ്ങൾ പോകുന്നതാണ് തകർച്ചയ്ക്ക് കാരണമായത്. മണലിപ്പുഴയോട് ചേർന്നുള്ള റോഡിന്റെ 1 കിലോമീറ്ററിലേറെ ഭാഗമാണ് കുണ്ടും കുഴിയും നിറഞ്ഞത്. പുഴയോരത്ത് സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതുമൂലം അപകടങ്ങൾ പതിയിരിക്കുകയാണ്. റോഡിന്റെ വശങ്ങൾ കാടുമൂടിയതോടെ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാനിടമില്ലാത്ത അവസ്ഥയാണ്. 2 വർഷം മുൻപ് റോഡിന്റെ ചില ഭാഗങ്ങൾ കട്ടവിരിച്ചും കോൺക്രീറ്റ് ഇട്ടും നവീകരിച്ചിരുന്നു. എന്നാൽ ടോറസ് ലോറി ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങൾ ടോൾ ഒഴിവാക്കി പോയി തുടങ്ങിയതോടെ റോഡ് പാടെ തകർന്നു. നിലവിൽ ചെറുവാഹനങ്ങൾക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച റോഡ് തകർന്നിട്ടും ഭാരവാഹനങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതോടൊപ്പം പുഴയോരത്ത് ഇരുമ്പുകാടുകൾ സ്ഥാപിച്ച്
അപകടങ്ങൾ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി. അമ്പല്ലൂര് റവക്കാട് മടവക്കര റോഡ് വളരെ തകർച്ചാ ഭീഷണിയിലാണ്. നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന ഈ റോഡ് കുന്നും കുഴിയും നിറഞ്ഞ് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുകയാണ്. പുഴയോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ക്രാഷ് ഗാർഡ് നിർമ്മിക്കാതെ മൂലം അപകടം പതിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് റോഡ് സഞ്ചാരയോഗ്യമാക്കി ജനങ്ങൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നാണ് ആവശ്യം. TCV പുതുക്കാട്. പാതി വഴിയിൽ നിർത്തിയ കൈമുക്ക് ജലസേചന പദ്ധതിക്ക് വീണ്ടും ജീവൻ വച്ചു. കുഴൂർ പഞ്ചായത്തിലെ കാക്കുളിശ്ശേരിയിൽ 2012 രാജ്യസഭാ MP-ആയിരുന്ന ഡോക്ടർ കപില വാത്സ്യായന്റെ വികസന ഫണ്ട് 38 ലക്ഷം രൂപ ചെലവഴിച്ച് തുടങ്ങിയ ജലസേചന പദ്ധതിയാണ് പമ്പിംഗ് നടത്താനാകാതെ ഉപേക്ഷിച്ചിരുന്നത്. പാടശേഖരത്തിന്റെ ഭാഗമായ കുളത്തിൽ നിന്ന് 50 HP-യുടെ മോട്ടോർ ഉപയോഗിച്ച് പമ്പിംഗ് നടത്തി ജലസേചനം ഒരുക്കാനാണ് പദ്ധതി ആരംഭിച്ചത്. എന്നാൽ കരിങ്ങാട്ടുചാലിൽ നിന്ന് കുളത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള കൃത്യമായ പദ്ധതി ഇല്ലാതെയായിരുന്നു പ്രവൃത്തി നടന്നത്. കാർഷിക മേഖലയ്ക്ക് വലിയ പ്രതീക്ഷ നൽകി പദ്ധതിക്ക് വേണ്ടി പുരയിടങ്ങളിലേക്കും കൃഷിയിടങ്ങളിലേക്കും പൈപ്പുകൾ സ്ഥാപിച്ചിരുന്നു. കരിങ്ങാട്ടുചാലിൽ നിന്ന് കുളത്തിലേക്ക് സ്ഥാപിച്ചിരുന്ന പൈപ്പുകൾ ചെളി നിറഞ്ഞ് അടഞ്ഞുപോയതാണ് തുടക്കത്തിലെ പദ്ധതി പാളിയത്. ഒരടി വ്യാസമുള്ള 2 പൈപ്പുകളാണ് ഇതിനായി പാടശേഖരത്തിലൂടെ സ്ഥാപിച്ചിരുന്നത്. ഈ പൈപ്പുകൾ അടഞ്ഞത് കുളത്തിലേക്ക് വെള്ളം എത്തിക്കാനുള്ള വഴി അടയ്ക്കുകയായിരുന്നു. ഇപ്പോൾ കരിങ്ങാട്ടുചാലിൽ നിന്ന് വെള്ളം എത്തിക്കുന്നതിനുള്ള കനാൽ നിർമ്മിച്ച് പമ്പിംഗ് സാധ്യമാക്കുന്ന നിലയിലേക്ക് പദ്ധതിയെ ഒരുക്കിയിട്ടുമുണ്ട്. ചാലിൽ നിന്ന് 200 മീറ്ററിലധികം ദൂരമാണ് കുളത്തിലേക്കുള്ളത്. ബെന്നി ബെഹനാൻ MP-യുടെ വികസന ഫണ്ടിൽ നിന്ന് 27 ലക്ഷവും കുഴൂർ പഞ്ചായത്തിന് 12.5 ലക്ഷവും മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ 5 ലക്ഷവും VR സുനിൽകുമാർ MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമുള്ള 2 ലക്ഷവും ഉപയോഗിച്ചാണ് പദ്ധതി വീണ്ടും ആരംഭിച്ചത്. പ്രളയത്തിൽ മുങ്ങിപ്പോയ മോട്ടറും ഇലക്ട്രിക്കൽ സാധനങ്ങളും ശരിയാക്കിയാണ് വീണ്ടും കൈമുക്ക് ജലസേചന പദ്ധതി പ്രാവർത്തികമാക്കിയതെന്നും കാർഷിക മേഖലയ്ക്കും കുടിവെള്ളത്തിനും പദ്ധതി ഏറെ പ്രയോജനപ്പെടുമെന്നും കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം MP ശ്രീ ബെന്നി ബെഹനാൻ അവരുടെ വികസന ഫണ്ടിൽ നിന്ന് നമുക്കൊരു 28 ലക്ഷം രൂപ അനുവദിക്കുകയും ഒപ്പം തന്നെ പഞ്ചായത്ത് 3 ഘട്ടങ്ങളിലായിട്ട് 23 ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടാണ് ഇപ്പോൾ നിലവിൽ തോട് വാർത്ത് കോൺക്രീറ്റ് ചെയ്ത ആവശ്യത്തിനുള്ള ജലലഭ്യത ഉറപ്പുവരുത്തി ഇവിടുത്തെ കർഷകർക്ക് ജലസേചനം നടത്തുന്നതിനുള്ള ഉപകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. ഈ ദിവസങ്ങളിലാണ് മോട്ടറിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. അധികം വൈകാതെ തന്നെ ഇനി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ 5 ലക്ഷം രൂപയും വെച്ചിട്ട് പൈപ്പിൻ്റെ എക്സ്റ്റൻഷൻ വരെ എത്തി ബാക്കിയുള്ളവർക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പഞ്ചായത്തിൻ്റെ ഭരണസമിതി നേതൃത്വം ചെയ്യുന്നുണ്ട്. പ്രളയത്തിൽ മോട്ടോർ ഷെഡ് ഉൾപ്പെടെ പൂർണ്ണമായി മുങ്ങിയതിനാൽ ഉപയോഗശൂന്യമായിരുന്നു. പദ്ധതി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിൽ നിന്നാണ് ജനപ്രതിനിധികളും കൈമുക്ക് ജലസേചന പദ്ധതിയുടെ ഗുണഭോക്തൃ സമിതിയും കൈകോർത്ത് പുതുജീവൻ നൽകിയത്. പമ്പിംഗ് നടത്തിയെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച തകരാറിലായ വാൽവുകളും പൈപ്പുകളും അറ്റകുറ്റപ്പണികൾ നടത്തി പ്രദേശത്തെ എല്ലാവർക്കും വെള്ളമെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വേഗത്തിൽ നടക്കുകയാണെന്ന് വാർഡംഗം ബ്രിൻസി ഷൈജൻ പറഞ്ഞു. ഗുണഭോക്തൃ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശേഷിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. TCV ന്യൂസ് മാള. എളവള്ളി പഞ്ചായത്തിലൂടെ ഒഴുകുന്ന കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്ടിൽ മുളങ്കോടുകളും മാലിന്യങ്ങളും നിറഞ്ഞ നിലയിൽ. വേനൽക്കാലത്ത് പരിസരത്തെ വീടുകളിലെ ജലസ്രോതസ്സുകൾ സമൃദ്ധമാകുന്നതിൽ കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിന് വലിയ പങ്കുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ വേനൽക്കാലത്ത് കൊച്ചിൻ ഫ്രോണ്ടിയർ തോട് വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇതുമൂലം മഴക്കാലത്ത് വെള്ളത്തിന്റെ ഒഴുക്ക് നഷ്ടപ്പെട്ട് തോടിന്റെ ബണ്ടുകൾ പൊട്ടുകയും തോട് കരകവിഞ്ഞ് ഒഴുകുന്നതും പരിസര പ്രദേശത്തെ ഭവനങ്ങളിൽ വെള്ളം കയറുന്നതും പതിവായിരുന്നു. മഴക്കാലത്തിന് മുൻപായി വലിയ തോട്ടിലെ മാലിന്യങ്ങൾ നീക്കി ജലസ്രോതസ് സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുൻകാലങ്ങളിൽ ചിറ്റാറ്റുകരയിലേക്ക് വഞ്ചിയിൽ ചരക്കുകൾ വന്നിരുന്ന തോടായിരുന്നു ഇത്. ചരിത്ര പ്രാധാന്യമുള്ള തോട് വൃത്തിയാക്കുകയും പാതി വഴിയിൽ നിലച്ച സർവേ നടപടികൾ പൂർത്തിയാക്കി അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിനോടുള്ള എളവള്ളി പഞ്ചായത്ത് അധികൃതരുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന് പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി ആവശ്യപ്പെട്ടു. 4 വർഷമായിട്ട് വൃത്തിയാക്കുന്ന ആ നടപടികൾ ഒന്നും തന്നെ ചെയ്യാതെ ഇന്ന് മുളങ്കൂടുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ തോട് വൃത്തിയാക്കുന്നതിനും പാർശ്വഭിത്തികൾ കെട്ടുന്നതിനും വേണ്ടി എല്ലാ ബജറ്റിലും ലക്ഷങ്ങൾ കോടികൾ
അതിനുവേണ്ടി ചെലവഴിക്കുമെന്ന് പറഞ്ഞതല്ലാതെ ഇന്ന് വരെ ഒരു പൈസ പോലും അതിനു വേണ്ടി ചെലവഴിച്ചിട്ടില്ല, അത് നടത്തിയിട്ടുമില്ല. പാർശ്വഭിത്തി കെട്ടുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്തതിനപ്പുറം ഇതിന് സർവേ നടത്തി അനധികൃതമായി കയ്യേറിയവരുടെ കയ്യിൽ നിന്നും ആ ഭൂമി തിരിച്ചു പിടിപ്പിക്കുന്ന ആ നയം, അതും ഇന്ന് വരെ പഞ്ചായത്ത് മുൻകൈയെടുത്ത് ചെയ്തിട്ടില്ല. TCV ന്യൂസ് പാവറട്ടി. വരവൂർ പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രത്തിലേക്കുള്ള പൊതുവഴി അടച്ചുകെട്ടിയതിനെതിരെ നടപടി സ്വീകരിക്കാത്തതിലും സ്വകാര്യ അറവ് മാലിന്യ പ്ലാന്റിലേക്ക് അനധികൃതമായി മാലിന്യം കൊണ്ടുവന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കാത്തതിലും പ്രതിഷേധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വരവൂർ പഞ്ചായത്തിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംഭരിച്ച് പാക്ക് ചെയ്യുന്ന മിനി MCF RRF യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിലേക്കുള്ള റോഡാണ് 3 ദിവസം മുൻപ് രാത്രിയിൽ അടച്ചുകെട്ടിയത്. കോഴിയറവ് മാലിന്യങ്ങൾ സംഭരിച്ച് മറ്റു വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന അർബൻ വിങ്സ് ചിക്കൻ റെന്റിംഗ് പ്ലാന്റ് ഈ വഴിയാണ് ഉപയോഗിക്കുന്നത്. ഇതിനെതിരെ പ്രദേശത്ത് പ്രതിഷേധം നടക്കുന്നുണ്ട്. വഴി അടച്ചുകെട്ടിയതോടെ പ്ലാസ്റ്റിക് ശേഖരണം മുടങ്ങുകയും ശേഖരിച്ചവ വഴിയരികിൽ കെട്ടിക്കിടക്കുകയുമാണ്. ഈ സാഹചര്യത്തിലാണ് വേലി പൊളിച്ചു നീക്കി വഴി സഞ്ചാരയോഗ്യമാക്കാൻ നടപടിയും സംരക്ഷണവും വേണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായില്ല. ഇതിനെ തുടർന്നാണ് പ്രസിഡന്റ് PP സുനിത, വൈസ് പ്രസിഡന്റ് KK ബാബു, സ്ഥിരം സമിതി അധ്യക്ഷരായ PK യശോദ, വിമല പ്രഹ്ലാദൻ, P ഹിദായത്തുള്ള, മെമ്പർമാരായ VK സൈദുമാധവൻ, VT സജീഷ് എന്നിവർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പ്രതിഷേധിച്ചത്. 3 ദിവസമായി അടച്ചുകെട്ടിയിട്ട് അതിനെതിരെ ഗ്രാമപഞ്ചായത്ത് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വീണ്ടും പോലീസിനെ സമീപിച്ചുകൊണ്ട് ആ വഴി ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേകിച്ച് റിക്കവറി സെന്റർ അവിടെ ഉള്ളതിനാൽ നമ്മുടെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ദൈനംദിനം ആ റോഡുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. വീടുകളിൽ നിന്ന് കളക്ഷൻ ചെയ്യുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ റോഡിൽ കിടക്കുകയാണ്. നമ്മൾ നീക്കം ചെയ്യുന്നതിന് പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ നമ്മൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നപ്പോൾ പോലീസ് വീണ്ടും പറയുന്നത് സംരക്ഷണം വേണം പറഞ്ഞുകൊണ്ടുള്ള അപേക്ഷ വീണ്ടും വെക്കാനാണ് ആവശ്യപ്പെട്ടത്. അതിനെതിരെയാണ് ഞങ്ങൾ ഇവിടെ പ്രതിഷേധിച്ചത്. നടപടി സ്വീകരിക്കാമെന്ന് പോലീസ് ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. അറവ് മാലിന്യ സംഭരണ കേന്ദ്രത്തിലേക്ക് കോഴി മാലിന്യം കയറ്റി വന്ന വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കുവാൻ ആവശ്യമുന്നയിച്ചും പഞ്ചായത്ത് പരാതി നൽകിയിട്ടുണ്ട്. 3 വാഹനങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. മറ്റ് 2 വാഹനങ്ങൾ കൂടി ഉടനെ പിടികൂടിയില്ലെങ്കിൽ വീണ്ടും പ്രതിഷേധ സമരം നടത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. TCV ന്യൂസ് എരുമപ്പെട്ടി. വരവൂർ തളി നടുവട്ടത്ത് പ്രവർത്തിക്കുന്ന അറവ് മാലിന്യ സംഭരണ പ്ലാന്റിന് അനുകൂലമാണ് പഞ്ചായത്ത് ഭരണസമിതിയും CPIM-ഉം എന്ന ആക്ഷൻ കൌൺസിലിന്റെ ആരോപണം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, വൈസ് പ്രസിഡന്റ് KK ബാബു, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ P ശങ്കരൻകുട്ടി, MR രതി മോഹൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നടുവട്ടം പാറപ്പുറത്താണ് അർബൻ വിങ്സ് ചിക്കൻ റെന്റിംഗ് പ്ലാന്റ് എന്ന പേരിൽ കോഴിമാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. 2021 കെട്ടിട നിർമ്മാണത്തിന് കമ്പനി അപേക്ഷ സമർപ്പിച്ചപ്പോൾ നിയമാനുസൃതം പെർമിറ്റ് നൽകിയിരുന്നു. എന്നാൽ മാലിന്യ സംഭരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് അപേക്ഷ സമർപ്പിച്ചെങ്കിലും ജനങ്ങളുടെ പരാതിയുള്ളതിനാൽ പഞ്ചായത്ത് ഭരണസമിതി ലൈസൻസ് നൽകിയിരുന്നില്ല. ഇതിനെ തുടർന്ന് കമ്പനി ഹൈക്കോടതിയെ സമീപിക്കുകയും അനുബന്ധ വകുപ്പുകളിൽ നിന്ന് അനുമതിയുള്ളതിനാൽ ലൈസൻസ് നൽകണമെന്ന് കോടതി പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉത്തരവ് നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 5-ാം തീയതി ഭരണസമിതിയുമായി കൂടിയാലോചിക്കാതെ സെക്രട്ടറി ലൈസൻസ് അനുവദിച്ചു. ഇതേ തുടർന്ന് സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ ഭരണസമിതി പരാതി നൽകിയിട്ടുണ്ട്. കമ്പനിയിലേക്ക് ട്രയൽ റണ്ണിനായി 4-ാം തീയതി ചട്ടങ്ങൾ ലംഘിച്ച് കോഴിമാലിന്യം വാഹനത്തിൽ കൊണ്ടുവന്നത് നിയമലംഘനമാണ്. ജില്ലാ കളക്ടർക്കും പോലീസിലും പരാതി നൽകിയെന്നും പഞ്ചായത്തും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭരണസമിതി ജനങ്ങൾക്കൊപ്പമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത പറഞ്ഞു. ഈ മാസം 4-ാം തീയതി തന്നെ ഈ ഒരു പ്ലാന്റ് ട്രയൽ റൺ നടത്തുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് അവിടെ മാലിന്യം കൊണ്ടുവരികയും അവിടെയുള്ള പ്രതിഷേധക്കാർ അത് തടയുകയും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് നമ്മൾ തടയുകയും ബന്ധപ്പെട്ടുകൊണ്ട് ആ കൊണ്ടുവന്ന വണ്ടിക്കാർക്കെതിരെ നമ്മൾ പോലീസിൽ പരാതി കൊടുക്കുകയും ആ പരാതി ഇപ്പൊ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രശ്നങ്ങൾ ഈ ഒരു സമരസമിതി ഉന്നയിക്കുമ്പോൾ അതില് ജനങ്ങളുടെ ആശങ്കകൾ തീർത്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്ലാന്റ് അവിടെ വരാൻ പാടുകയുള്ളെന്നും തീർത്തും ഭരണസമിതി എല്ലാ യോഗങ്ങളിലും ഇത് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. മാലിന്യ പ്ലാന്റ് അനധികൃതമായി പ്രവർത്തിച്ചാൽ തടയുമെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആക്ഷൻ കൗൺസിലിന്റെ മറവിൽ ചിലർ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നും CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശങ്കരൻകുട്ടി പറഞ്ഞു. ജനങ്ങൾക്ക് ദ്രോഹം വരുന്ന ഏത് കാര്യത്തിനും വരൂർ പഞ്ചായത്തിൽ CPIM എന്നുള്ള പ്രസ്ഥാനം ഒരിക്കലും നിൽക്കില്ല. പ്ലാന്റിന്റെ എതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഫസ്റ്റിൽ തന്നെ അവര് ശുചീകരിച്ച വാഹനത്തിൽ കൊണ്ടുവരും, എല്ലാം കൃത്യനിഷ്ഠയോടെ ചെയ്യുള്ളൂ എന്നുള്ള അഭിപ്രായത്തിലാണ് പല കമ്മിറ്റികളിലും
പാർട്ടി എന്നുള്ള നിലയ്ക്കും നമ്മൾ പങ്കെടുക്കലുണ്ടായി. പഞ്ചായത്ത് വനിതാ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് പലതവണ യോഗം നടത്തുകയും അതിലെല്ലാം അവരെടുത്ത തീരുമാനങ്ങളോ ആ നയങ്ങളോ അവർക്ക് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പാർട്ടിക്കൊരു എതിർപ്പ്. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ പി.കെ. യശോദ, വിമല പ്രഹ്ലാദൻ, പി. ഹിദായത്തുള്ള, മെമ്പർമാരായ വി.കെ. സൈദുമാധവൻ, വി.ടി. സജീഷ് എന്നിവരും പങ്കെടുത്തു. TCV ന്യൂസ്, എരുമപ്പെട്ടി. കേരള വിഷൻ കേബിൾ TV ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി തൃശൂർ കേരള വിഷൻ ഏർപ്പെടുത്തിയ കേരള വിഷൻ സമ്മാനോത്സവ് 2025 ഫെബ്രുവരി മാസത്തെ നറുക്കെടുപ്പ് നടന്നു. ഒന്നാം സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടറിന് 088935 എന്ന നമ്പർ അർഹമായി. 081, 821 എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന നമ്പറുകൾക്കാണ് പ്രോത്സാഹന സമ്മാനം. തൃശ്ശൂരിൽ നടന്ന ചടങ്ങിൽ തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസിയാണ് ഭാഗ്യശാലികളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത്. ജനകീയവും സുതാര്യവുമായ പ്രവർത്തനങ്ങളിലൂടെ കോർപ്പറേറ്റ് കുത്തകകളെ പ്രതിരോധിച്ച് മുന്നേറുന്ന പ്രസ്ഥാനമാണ് കേരള വിഷൻ എന്ന് ഡെപ്യൂട്ടി മേയർ വിശേഷിപ്പിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, KCCL MD PP സുരേഷ് കുമാർ, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KV രാജൻ, COA ജില്ലാ സെക്രട്ടറി P ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ കേബിൾ TV ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി 50 ലക്ഷം രൂപയുടെ സമ്മാന പദ്ധതിയാണ് തൃശൂർ കേരള വിഷൻ നടപ്പാക്കിയിരിക്കുന്നത്. 2025 ജനുവരി മുതൽ മാർച്ച് 31 വരെ മാസം തോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടറും മറ്റ് നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളുമാണ് നൽകുന്നത്. ഇതിനായി ഓരോ 250 രൂപയുടെ വരിസംഖ്യയ്ക്കും ഓരോ സമ്മാന കൂപ്പണാണ് കേരള വിഷൻ വരിക്കാർക്ക് നൽകുന്നത്. ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന നറുക്കെടുപ്പിൽ സൂപ്പർ ബമ്പർ സമ്മാനമായി നൽകുന്നത് ഇലക്ട്രിക് കാറാണ്. കൂടാതെ 5 വീതം ഇൻവെർട്ടർ AC, വാഷിംഗ് മെഷീൻ, ആൻഡ്രോയിഡ് TV എന്നിവയും 5000 പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് പൊലിമ പകർന്ന് കലാപരിപാടികൾക്ക് തുടക്കമായി. 10 ദിവസവും ഇടതടവില്ലാതെ 4 വേദികളിലായാണ് കലാപരിപാടികൾ നടക്കുന്നത്. കലാപരിപാടികൾക്കായി 42 ലക്ഷം രൂപയാണ് ഉത്സവ എസ്റ്റിമേറ്റിൽ ദേവസ്വം നീക്കിവച്ചിരിക്കുന്നത്. ഉത്സവത്തിന് കൊടിയേറിയതോടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികൾക്ക് തിരിതെളിഞ്ഞു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് മേജർ സെറ്റ് കഥകളി അരങ്ങേറി. കലാമണ്ഡലം രതീഷ് ബാസിന്റെ മിഴാവിൽ തായമ്പക, KP ജനചന്ദ്രന്റെ ഭക്തി ഗാനമേള, തൃച്ചംബരം മുരളിയുടെ ഗിറ്റാർ ഫ്യൂഷൻ, RLV രാമകൃഷ്ണൻ, കലാമണ്ഡലം വിജയകുമാർ, RLV ഗായത്രി വിജയകുമാർ എന്നിവരുടെ നൃത്തത്രയം എന്നിവ ഏറെ ആസ്വാദകരമായി. MG ശ്രീകുമാറിന്റെ ഭക്തി ഗാനമേള ആസ്വാദകരുടെ മനം കവർന്നു. ഭക്തർക്ക് ദർശന സായുജ്യമായി ഗുരുവായൂരപ്പൻ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളി. ഉത്സവത്തിന്റെ 2ാം ദിവസം മുതൽ ആറാട്ട് വരെ ഭഗവാൻ പഴുക്കാമണ്ഡപത്തിലാണ് എഴുന്നള്ളുന്നത്. രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം നാലമ്പലത്തിനകത്ത് സപ്തമാതൃകൾക്ക് സമീപവും രാത്രി വടക്കേ നടയിലുമാണ് ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് സ്വർണ്ണപ്പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിക്കുന്നത്. സ്വർണത്തിൽ ശ്രീകോവിലിന്റെ മാതൃകയിൽ തീർത്ത പഴുക്കാമണ്ഡപത്തിൽ ആലവട്ടം, വെഞ്ചാമരം എന്നിവ കൊണ്ട് അലങ്കരിച്ച് വീരാളിപ്പട്ടിൽ ഭഗവത് തിടമ്പ് എഴുന്നള്ളിക്കും. ചുറ്റുഭാഗത്തുമായി 12 വെള്ളി കുത്തുവിളക്കുകളും സാമ്പ്രാണിയും അഷ്ടഗന്ധവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങളും നിരത്തും. മുന്നിൽ നിറഞ്ഞു കത്തുന്ന ദീപസ്തംഭവും ഉണ്ടാകും. സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളുന്ന ഭഗവാനെ തൊഴുന്നത് ഏറെ പുണ്യമാണെന്നാണ് വിശ്വാസം. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് കണ്ണന് മുന്നിൽ നൃത്താർച്ചനയുമായി വനിതകളുടെ തിരുവാതിര കളിയരങ്ങ് ഉണർന്നു. ദിവസവും രാവിലെ 6 മുതൽ രാത്രി 7 വരെയാണ് തിരുവാതിരക്കളി നടക്കുക. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ളവർ ഗുരുവായൂരപ്പന് മുന്നിൽ തിരുവാതിര അവതരിപ്പിക്കുന്നുണ്ട്. 650 വനിതാ സംഘങ്ങളാണ് ഇത്തവണ തിരുവാതിരക്കളി അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയാണിത്. 316 സംഘങ്ങളാണ് കഴിഞ്ഞ വർഷം തിരുവാതിരക്കളി അവതരിപ്പിച്ചത്. ഷൊർണൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്ന് 12.5 കിലോ കഞ്ചാവ് പിടികൂടി. ഉത്തർപ്രദേശ് സ്വദേശി രാജേഷ് രഞ്ജകാണ് പിടിയിലായത്. നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൽ മുനീറിന്റെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡാണ് കഞ്ചാവ് പിടികൂടിയത്. കൊടുങ്ങല്ലൂരിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. കൊടുങ്ങല്ലൂർ മേത്തല കയർ സൊസൈറ്റിക്ക് സമീപം കണ്ണന്തറ വീട്ടിൽ കണ്ണനാണ് 24 മണിക്കൂറിനകം 2 വട്ടം അറസ്റ്റിലായത്.
ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ കണ്ണൻ തിങ്കളാഴ്ച രാസലഹരിയുമായി പിടിയിലായിരുന്നു. കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഇയാൾ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായുള്ള രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 100 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായത്. എക്സൈസ് ഇൻസ്പെക്ടർ VS പ്രദീപ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ AV മോയിഷ്, PR സുനിൽകുമാർ, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് അനീഷ് E. പോൾ, സിവിൽ എക്സൈസ് ഓഫീസർ KM സിജാദ്, സനത് സേവ്യർ, മുഹമ്മദ് ദിൽഷാദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ തസ്നീം എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വാടാനപ്പള്ളിയിൽ കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിലായി. പുളിക്കക്കടവ് പാലത്തിന് സമീപത്തുനിന്നും 16 ഗ്രാം കഞ്ചാവുമായി തൃത്തല്ലൂർ ചെട്ടിക്കാട് സ്വദേശി വലിയക്കൽ വീട്ടിൽ ശ്രാവൺ, പുളിഞ്ചോട് നിന്നും 10 ഗ്രാം കഞ്ചാവുമായി ഏത്തായി സ്വദേശി ചെമ്പിശ്ശേരിൽ വീട്ടിൽ ദത്തൻ എന്നിവരെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BS ബിനു, സബ് ഇൻസ്പെക്ടർ SM ശ്രീലക്ഷ്മി, സിവിൽ പോലീസ് ഓഫീസർമാരായ അലി, ഷിജിത്ത് എന്നിവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. വീട് ലഭിക്കാതെ ജനം നെട്ടോട്ടം ഓടുമ്പോൾ മന്ത്രിമന്ദിരങ്ങൾ മോടിക്കൂട്ടാൻ LDF സർക്കാർ തിരക്കുകൂട്ടുകയാണെന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ. യൂത്ത് കോൺഗ്രസ് നേതാവ് ഷിംസൺ വടക്കേത്തലയുടെ സ്മരണാർത്ഥം യൂത്ത് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റി കാവല്ലൂരിൽ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് ദുരന്തത്തിൽ നാട്ടുകാർ ഒന്നാകെ സഹായങ്ങൾ അയച്ചിട്ടും ദുരന്തബാധിതർക്ക് ഇതുവരെ ഒന്നും ലഭിക്കാത്തതിനാൽ അവർ സമരപാതയിലാണ്. സർക്കാർ ഈ വിഷയത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സന്ദീപ് വാര്യരും ഷിംസന്റെ മാതാവ് ആനി വടക്കേത്തലയും ചേർന്നാണ് തറക്കല്ലിടൽ നിർവഹിച്ചത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിൻഡോ ജോൺസൺ പുതുപ്പള്ളിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ജെറോം ജോൺ വട്ടക്കുഴി, ഫൈസൽ ഇബ്രാഹിം, കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത്, പോൾസൺ തെക്കുംപീടിക, സൈമൺ നമ്പാടൻ, വിൽസൺ ആറ്റുപുറം തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകൻ ഷിംസൺ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന പള്ളിയിൽ മോഷണ ശ്രമം നടത്തിയ മോഷ്ടാവിനെ കൈയോടെ പിടികൂടി പോലീസും നാട്ടുകാരും. കോട്ടയം തലയോലപ്പറമ്പ് പള്ളിയിൽ ഉൾപ്പെടെ മോഷണം നടത്തിയ കേസിലെ കുപ്രസിദ്ധ മോഷ്ടാവായ അടിമാലി സ്വദേശി പത്മനാഭനെയാണ് കോട്ടയത്തു നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം തന്ത്രപൂർവ്വം കുടുക്കിയത്. കഴിഞ്ഞ ഫെബ്രുവരി 7-ന് തലയോലപ്പറമ്പ് പള്ളിയിൽ നടത്തിയ മോഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇയാൾ വടക്കാഞ്ചേരിയിലെത്തിയതായി സൂചന ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണ സംഘം വടക്കാഞ്ചേരിയിൽ തമ്പടിച്ചിരുന്നു. വടക്കാഞ്ചേരി പള്ളിയിൽ മോഷണത്തിനെത്തിയ മോഷ്ടാവിനെ പള്ളി അധികൃതരും പോലീസും ചേർന്ന് തന്ത്രപൂർവ്വം പിടികൂടുകയായിരുന്നു. ആറാട്ടുപുഴ തീർത്ഥാടനത്തിന്റെ ഭാഗമായി സേലത്തു നിന്നുള്ള 25-അംഗ ഭക്തസംഘം ആറാട്ടുപുഴ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രവും അനുബന്ധ സാധന സാമഗ്രികളും ഭക്തസംഘം ശുചിയാക്കി ദേവന് സമർപ്പിച്ചു. ക്ഷേത്രത്തിലെ വിളക്കുകൾ, പറകൾ, കൈപ്പന്തത്തിന്റെ നാഴികൾ, ദീപസ്തംഭങ്ങൾ, കലശക്കുടങ്ങൾ, കുത്തുവിളക്കുകൾ, ആലില വിളക്ക്, സോപാനം, ബലിക്കല്ലുകൾ, നമസ്കാര മണ്ഡപത്തിലെ തൂണുകൾ, പിച്ചള പൊതിഞ്ഞ വിളക്കുമാടം, ഓട്ടുചെരാതുകൾ, ഗോപുരത്തിലെ തൂണുകൾ, തൃപ്പടികൾ, ചുറ്റമ്പല വാതിലുകൾ തുടങ്ങിയവ വൃത്തിയാക്കി. വിദ്യാർത്ഥികൾ, അധ്യാപകർ, സർക്കാർ ജീവനക്കാർ, വ്യവസായികൾ, സർവീസിൽ നിന്ന് വിരമിച്ചവർ എന്നിവരടങ്ങുന്ന സംഘത്തിൽ 11 സ്ത്രീകളും 9 പുരുഷന്മാരും 3 കുട്ടികളുമുണ്ട്. സേലം സ്വദേശിയായ പാർത്ഥസാരഥിയുടെ നേതൃത്വത്തിൽ 2 ദിവസമായാണ് ശുചീകരണ പ്രവർത്തികൾ നടന്നത്. ആറാട്ടുപുഴ ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റി ഭക്തർക്ക് ഓണപ്പുടവകൾ സമ്മാനിച്ചു. കൊടുങ്ങല്ലൂർ സ്വദേശിനി ഷിനിയുടെ മരണം ആത്മഹത്യയല്ല, സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയ കൊലപാതകമാണെന്നാരോപിച്ച് സർഫാസി വിരുദ്ധ ജനകീയ ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ ഇസാഫ് ശാഖയ്ക്ക് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി. മനുഷ്യാവകാശ പ്രവർത്തകൻ TK വാസു പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. PA കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു. പ്രശാന്ത് ഈഴവൻ, PN പ്രൊവിൻഡ്, സുബ്രൻ എങ്ങണ്ടിയൂർ, PK വിജയൻ, NB അജിതൻ, VC ജെന്നി, പ്രവിത ഉണ്ണികൃഷ്ണൻ, PA പുഷ്കരൻ, PJ മാനുവൽ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി പ്രധാന ജലവിതരണ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾ തുടങ്ങി. ജല അതോറിറ്റിയുടെ കുന്നംകുളം സെക്ഷന്റെ കീഴിലുള്ള കേച്ചേരി മുതൽ അക്കിക്കാവ് വരെയുള്ള ഭാഗങ്ങളിലാണ് പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നത്.
17 കോടി രൂപയാണ് ചെലവ്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർണ്ണമായി നവീകരിക്കുന്ന സംസ്ഥാന പാതയുടെ നിർമ്മാണം 2023 പൂർത്തിയാകേണ്ടതായിരുന്നു. കാലാവധിക്കുള്ളിൽ പണി പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന കരാർ കമ്പനിയെ ഒഴിവാക്കി പുതിയ കരാറുകാരെ നിയമിച്ചതോടെയാണ് ഇപ്പോൾ വീണ്ടും പണികൾ തുടങ്ങിയത്. മഴ തുടങ്ങുന്നതിന് മുൻപ് ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയാക്കാനാണ് പദ്ധതി. പദ്ധതിയുടെ ഭാഗമായി കല്ലുംപുറം മുതൽ പെരുമ്പിലാവ് വരെയുള്ള റോഡിൽ 1ാം ഘട്ട ടാറിംഗ് നടത്തിയെങ്കിലും ജല അതോറിറ്റിയുടെ പൈപ്പുകൾ മാറ്റാത്തതിനാൽ അക്കിക്കാവ് മുതൽ കുന്നംകുളം വരെയുള്ള ഭാഗങ്ങളിൽ കലുങ്ക് നിർമ്മാണം ഒഴികെ ഒരു പ്രവൃത്തിയും നടത്തിയിരുന്നില്ല. നിർവഹണ ഏജൻസിയായ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റിനാണ് ഇപ്പോൾ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാനുള്ള ചുമതല. പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയതും മേൽനോട്ടം വഹിക്കുന്നതും ജല അതോറിറ്റിയാണ്. തൃത്താല കുടിവെള്ള പദ്ധതിയുടെ കുന്നംകുളം സെക്ഷന്റെ കീഴിലുള്ള വലിയ പൈപ്പുകളും 10 പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന പൈപ്പുകളുമാണ് മാറ്റുന്നത്. അരനൂറ്റാണ്ടോളം പഴക്കമുള്ളവയാണ് നിലവിലുള്ളത്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പുതിയ ജലവിതരണ പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലികൾ തുടങ്ങിയതോടെ സംസ്ഥാന പാതയിൽ കുന്നംകുളത്തിനും അക്കിക്കാവിനുമിടയിലുള്ള ഗതാഗതം ദുരിതമായി. പൈപ്പിടാൻ കുഴിച്ച കുഴിയുടെ സമീപം ദിശ പാലിക്കാതെ ഒരേ സമയം എത്തുന്ന വാഹനങ്ങൾ കടുത്ത ഗതാഗത കുരുക്കാണ് സൃഷ്ടിക്കുന്നത്. ഇത് പലപ്പോഴും തർക്കത്തിന് ഇടയാക്കുന്നുണ്ട്. ഗതാഗത തടസ്സം രൂക്ഷമാകുമ്പോൾ ദീർഘദൂര ബസ്സുകൾ പഴഞ്ഞു വഴിയാണ് പെരുമ്പിലാവിൽ എത്തുന്നത്. അമിത വേഗത്തിൽ ഗ്രാമീണ റോഡ് വഴി എത്തുന്ന ബസ്സുകൾ ഈ വഴിയുള്ള ഗതാഗതത്തിനും ഭീഷണിയാകുന്നുണ്ട്. പണികൾ തീരും വരെ കൃത്യമായ ഗതാഗത നിയന്ത്രണം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കുന്നംകുളം. അകമലയ്ക്ക് സമീപം മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ടായ മാരാത്തുകുന്നിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ച 2 കുടുംബങ്ങൾക്ക് ഇനി സ്വന്തമായി ഭൂമി. എങ്കക്കാട് വില്ലേജിലെ തെക്കേപ്പുറത്ത് വീട്ടിൽ കോമളം, സതീഷ് എന്നിവർക്ക് കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഭൂമിയുടെ ആധാരവും പോക്കുവരവ് നടത്തി നികുതി അടച്ച രേഖകളും കൈമാറി. എങ്കക്കാട് വില്ലേജിൽ 4 സെന്റ് വീതമുള്ള ഭൂമിയുടെ രേഖകളാണ് കൈമാറിയത്. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. കുട്ടനെല്ലൂർ ശ്രീ സി അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജും കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയും തമ്മിൽ MOU ഒപ്പുവെച്ചു. 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾ ആരംഭിച്ച സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ ഇന്റേൺഷിപ്പ്, വിവിധ സെമിനാറുകൾ, പ്രസിദ്ധീകരണങ്ങൾ, ഗവേഷണം എന്നിവയിൽ പരസ്പര സഹകരണ ലക്ഷ്യമിട്ടുള്ള MOUവിന്റെ പ്രകാശനവും അതിനെ തുടർന്നുള്ള ഭൌതിക സ്വത്തവകാശത്തെപ്പറ്റിയുള്ള സെമിനാറും നടന്നു. കേരള കാർഷിക സർവകലാശാല വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ S. ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ PS. മനോജ് കുമാർ അധ്യക്ഷനായി. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി IPR സെൽ മുൻ കോർഡിനേറ്റർ ഡോക്ടർ CRLC ക്ലാസുകൾ നയിച്ചു. കാലാവസ്ഥാ വിദഗ്ധൻ ഡോക്ടർ CS. ഗോപകുമാർ, വൈസ് പ്രിൻസിപ്പൽ PK. വിജയൻ, ലൈബ്രറിയൻ ജിനി മാത്യു, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. അതിതീവ്രതയേറിയ ലൈറ്റുകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ 2 വള്ളങ്ങൾ ഫിഷറീസ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റൽ പോലീസ് സംയുക്ത സംഘം പിടിച്ചെടുത്ത് പിഴ ചുമത്തി. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സീമ മുനക്കക്കടവ്, കോസ്റ്റൽ SHO TP ഫർഷാദ് എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ആഴക്കടലിൽ നടത്തിയ പരിശോധനയിലാണ് ഹൈ വോൾട്ടേജ് ലൈറ്റുകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ വള്ളങ്ങൾ പിടികൂടിയത്. വാടാനപ്പള്ളി തൃത്തല്ലൂർ സ്വദേശി കരിപ്പാടത്ത് വീട്ടിൽ മനീഷ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള സൂര്യദേവൻ, ഏങ്ങണ്ടിയൂർ സ്വദേശി പുതുവീട്ടിൽ നസീറിന്റെ കാരിയർ യാനവുമടക്കം 2 യാനങ്ങളാണ് പിടിച്ചെടുത്തത്. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ബോട്ടുകളിലെ മത്സ്യം ലേലം ചെയ്ത് ലഭിച്ച 9,700 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ യുവാവിനെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. പാവറട്ടി മനപ്പടി ചിരിയങ്കണ്ടത്ത് നിജോയാണ് SHO G. അജയ്കുമാർ അറസ്റ്റ് ചെയ്തത്. ഇയാൾ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണെന്ന് പോലീസ് പറഞ്ഞു. പീഡനത്തിനിരയായ യുവതി പ്രസവിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ പ്രതി എറണാകുളത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കിളിമഞ്ചാരോ കൊടുമുടി കയറി വെള്ളിക്കുളങ്ങര സ്വദേശിനി അനിറ്റ തോമസ്. കഴിഞ്ഞ വനിതാ ദിനത്തിലാണ് ആഫ്രിക്കയിലുള്ള കിളിമഞ്ചാരോ എന്ന ഒറ്റയാൻ പർവ്വതത്തിലെ 5895 മീറ്റർ ഉയരമുള്ള ഉഹുറു കൊടുമുടി കയറി ഇന്ത്യൻ ദേശീയ പതാക നാട്ടിയത്. അമേരിക്കക്കാരായ 3 പേർക്കൊപ്പമായിരുന്നു പർവ്വതാരോഹണം. സഹായികളായി മറ്റു 15 പേരും ഒപ്പമുണ്ടായിരുന്നു. മാർച്ച് 1 മാൾട്ടയിൽ നിന്ന് പുറപ്പെട്ട് മാർച്ച് 4 മറ്റു പർവ്വതാരോഹകർക്കൊപ്പം കൊടുമുടി ലക്ഷ്യമാക്കി മല കയറാൻ തുടങ്ങിയത്. മോനുടി വെള്ളരിങ്ങൽ വീട്ടിൽ തോമസ് ഷിൽജി ദമ്പതികളുടെ മകളാണ് അനിറ്റ. സ്കൂൾ തലം മുതൽ വോളിബോളിൽ മികവ് തെളിയിച്ചിട്ടുള്ള അനിറ്റ ദേശീയ തലത്തിൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ കേരള ടീമംഗമായിരുന്നു. 2 വർഷമായി മാൾട്ടയിലെ നാഷണൽ ലോട്ടറിയിലാണ് ജോലി ചെയ്തു വരുന്നത്.
സാഹസികത ഏറെ ഇഷ്ടപ്പെടുന്ന അനിറ്റ തോമസിനെ കിളിമഞ്ചാരോ കൊടുമുടി കീഴടക്കണമെന്ന ഏറെ നാളായുള്ള സ്വപ്നമാണ് വനിതാ ദിനത്തിൽ തന്നെ സാക്ഷാത്കരിച്ചത്. 6 ദിവസത്തെ പർവ്വതാരോഹണത്തെ അവിശ്വസനീയമായ അനുഭവമെന്നാണ് അനിറ്റ വിശേഷിപ്പിച്ചത്. TCV കൊടകര. INTUC മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ആശാ വർക്കർമാരുടെ നിയമനം സ്ഥിരപ്പെടുത്തുക, ശമ്പളം ജീവനക്കാരുടെ അവകാശമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ INTUC ജില്ലാ സെക്രട്ടറി MA സുബൈർ ഉദ്ഘാടനം ചെയ്തു. INTUC മണലൂർ റീജിയണൽ പ്രസിഡന്റ് KV സിജിത്ത് അധ്യക്ഷനായി. ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി CL ജോൺസൺ, NN നൌഷാദ്, PV ഗിരീഷ്, MB സെയ്ദ് മുഹമ്മദ്, സുനീതി അരുൺകുമാർ, ലിജി റോയ് തുടങ്ങിയവർ സംസാരിച്ചു. ഭവന നിർമ്മാണത്തിന് മുൻഗണന നൽകി ചാഴൂർ പഞ്ചായത്ത് ബഡ്ജറ്റ്. 45,33,770 രൂപ മിച്ചം വരുന്ന ബഡ്ജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ അവതരിപ്പിച്ചു. വീടില്ലാത്ത എല്ലാവർക്കും വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ ലക്ഷ്യമിട്ട് ഭവന പദ്ധതികൾക്ക് 3,38,00,000 രൂപ വകയിരുത്തി. തരിശുരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിലൂന്നി കൃഷി അനുബന്ധ മേഖലകൾക്ക് 1 കോടി രൂപയും ബാലസൌഹൃദ പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനോടനുബന്ധിച്ച് 35 ലക്ഷം രൂപ വിവിധ ബാലസൌഹൃദ പ്രൊജക്ടുകൾക്കായി വകയിരുത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭയുടെ റോഡ് ഉദ്ഘാടനത്തിന് സ്ഥാപിച്ച ബോർഡുകൾ നശിപ്പിച്ചതായി പരാതി. കൌൺസിലർ VK സുജിത്താണ് ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. 8 കുടുംബങ്ങൾക്ക് ആശ്രയമായി തിരുവെങ്കിടത്താണ് നഗരസഭ റോഡ് നിർമ്മിച്ചത്. ബുധനാഴ്ച വൈകിട്ടാണ് ധ്വനി എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന റോഡിന്റെ ഉദ്ഘാടനം. ഇതിന്റെ പ്രചാരണത്തിനായി റെയിൽവേ മേൽപ്പാലത്തിന് താഴെയും തിരുവെങ്കിടം ക്ഷേത്രത്തിന് സമീപവും സ്ഥാപിച്ചിരുന്ന 2 ബോർഡുകളാണ് നശിപ്പിച്ചത്. കുറ്റക്കാർക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൌൺസിലർ VK സുജിത്ത് പോലീസിന് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ നിലപാടാണ് ഇപ്പോൾ ഉള്ളത്. ചില സാമൂഹ്യ ദ്രോഹികൾ ഇന്നലെ ധ്വനി റോഡിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട 2 ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കുകയുണ്ടായി. ഇവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള കലാപങ്ങൾ സൃഷ്ടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ നിയമത്തിന്റെ മുന്നിൽ എത്തുക എന്നുള്ള ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിലെ പരാതിയുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. മാള ചക്കാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ നടത്തുറപ്പ് ഉത്സവം ആഘോഷിച്ചു. നടത്തുറപ്പിന്റെ ഭാഗമായി ചക്രം കല്ലിലുള്ള കാവും കളവും പൊങ്കാല, തെണ്ടുവഴിപാട് സമർപ്പണം, പ്രസാദ ഊട്ട് എന്നിവ നടന്നു. ചാലക്കുടി പാലസ് റോഡിലുള്ള അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിൽ കയറി മൊബൈൽ ഫോൺ മോഷ്ടിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുർഷിദാബാദ് സ്വദേശി ആഷിഖിനെയാണ് ചാലക്കുടി CI MK സജീവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. 2 വർഷമായി ഷൊർണൂരിൽ ഹോട്ടൽ ജോലി ചെയ്തിരുന്ന ആഷിഖ് 2 ദിവസം മുമ്പാണ് ചാലക്കുടിയിലെത്തിയത്. പെരുമ്പിലാവിൽ പനി ബാധിച്ച് 8 വയസ്സുകാരൻ മരിച്ചു. കരിക്കാട് പൂളയ്ക്കൽ പരേതനായ സുരേന്ദ്രന്റെ മകൻ അഞ്ജിത്താണ് മരിച്ചത്. തിങ്കളാഴ്ച കാലത്ത് അഞ്ജിത്തിന് പനിയും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് അമല ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,020 രൂപ, പവന് 64,160 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,393 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കൂടൽമാണിക്യം ദേവസ്വത്തിൽ ജോലിയിലെ ജാതി വിവേചന വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരെന്ന് ദേവസ്വം ചെയർമാൻ. ജാതിയുടെ പേരിൽ തൊഴിലിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നത് ആധുനിക സമൂഹത്തിന് ചേരാത്തതെന്ന് മന്ത്രി R ബിന്ദു. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ LST കേസിൽ കുടുക്കിയ സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. മണലി മടവാക്കര റോഡ് തകർന്നു. ടോൾ ഒഴിവാക്കി ഭാരവാഹനങ്ങൾ പോകുന്നതാണ് തകർച്ചയ്ക്ക് കാരണമെന്ന ആക്ഷേപം. റോഡിന്റെ വശങ്ങളിൽ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് ആവശ്യം.
പാതിവഴിയിൽ നിർത്തിയ കൈമുക്ക് ജലസേചന പദ്ധതിക്ക് പുനരുജ്ജീവനം. പ്രദേശവാസികൾക്ക് ഏറെ ഉപകാരപ്രദമായ ജലസേചന പദ്ധതിയാണ് പമ്പിംഗ് നടത്താനാകാതെ ഉപേക്ഷിച്ചിരുന്നത്. എളവള്ളി മേഖലയിൽ കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിനെ അവഗണിച്ച അധികൃതർ. നശിക്കുന്നത് ചരിത്ര പ്രാധാന്യമുള്ള തോട്. വരവൂർ പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രത്തിലേക്കുള്ള പൊതുവഴി അടച്ചുകെട്ടിയതിനെതിരെ പ്രതിഷേധം ശക്തം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.